കേരളത്തിലെ തൃശ്ശൂരിലാണ് ഭാവന ജനിച്ചത്. പുഷ്പയുടെയും അസിസ്റ്റന്റ് ഛായാഗ്രാഹകൻ ജി ബാലചന്ദ്രന്റെയും മകളാണ് ഭാവന. ഒരു ജ്യേഷ്ഠനുണ്ട്, ജയദേവ് എന്നാണ് പേര്. തൃശ്ശൂരിലെ ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു അവരുടെ വിദ്യാഭ്യാസം. വിശ്രമമില്ലാത്ത വ്യക്തിയാണെന്നും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയാണെന്നും ഭാവന സ്വയം വിശേഷിപ്പിച്ചു. പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ അഭിനേത്രിയാകണമെന്ന സ്വപ്നം കണ്ടിരുന്നു. രണ്ടായിരത്തി പുറത്തിറങ്ങിയ നമ്മൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ അരങ്ങേറ്റം. അടുത്ത വർഷം തിളക്കം എന്ന 6 റിലീസുകൾ ഉണ്ടായിരുന്നു. ക്രോണിക് ബാച്ചിലർ, സി.ഐ.ഡി. മൂസ, സ്വപ്നക്കൂട്, ഐവർ, വലത്തോട്ട് തിരിഞ്ഞാൽ, നാലാമത്തെ വീട് എന്നിവയാണ്. രണ്ടായിരത്തി 5 VK പ്രകാശ് ബംഗ്ലാവിൽ ഔദ സംവിധാനം ചെയ്ത ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, പോലീസ് എന്ന സിനിമയിൽ അവർ അഭിനയിച്ചു. പിന്നീട് ചാന്തുപൊട്ട്, നരൻ, ബസ് കണ്ടക്ടർ എന്നീ സിനിമകളിലും അഭിനയിച്ചു. 2006 ചിത്രം പേസുതടി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം അവർ ചിന്താമണി കൊലക്കേസ്, കിസാൻ, ചെസ് എന്നിവയിലും സമ്മിശ്ര അവലോകനങ്ങൾ ഉണ്ടായിട്ടും കിഴക്ക് കടൽ എന്ന സിനിമയിലും അഭിനയിച്ചു. രണ്ടായിരത്തി 7 ദീപാവലി, ചോട്ടാ മുംബൈ, ആര്യ, വാഴ്ത്തുക്കൾ, രാമേശ്വരം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒപ്പം തന്നെ തെലുങ്കിലും ചില സിനിമകളിൽ അഭിനയിച്ചു. തുടർന്ന് 2020 ലോലിപോപ്പ്, സാഹർ ഏലിയാസ് ജാക്കി, റീലോഡർ, റോബിൻഹുഡ്, മഹാത്മാ, ഹാപ്പി ഹസ്ബൻഡ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. രണ്ടായിരത്തി 10 ഏതാനും ചില കന്നഡ സിനിമകളിലും അഭിനയിച്ചിരുന്നു. പുനീത് രാജ്കുമാർ, ജാക്കി തുടങ്ങിയവരുടെ ചിത്രത്തിലായിരുന്നു അഭിനയിച്ചത്. അതിനുശേഷം ദിലീപിനൊപ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ഡോക്ടർ ലവ്, കുടുംബശ്രീ ട്രാവൽസ്, ദി മെട്രോ, ഒരു മരുഭൂമി കഥ തുടങ്ങിയവയിലും അഭിനയിച്ചു. ഫെബ്രുവരിയിൽ മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. വിമൺ ഇൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണത്തിലും ഹേമ കമ്മിറ്റി രൂപീകരണത്തിലും ഭാവനയുടെ ആക്രമണം ഭാഗികമായി സഹായിച്ചു. ഭാവന സംസാരിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന അസംബ്ലി നിയമനിർമ്മാണം നടത്തുകയാണ്. ഭാവനയും കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് നവീനും 2017 മാർച്ചിൽ വിവാഹ നിശ്ചയം നടത്തി. 2018 ജനുവരി 22 വിവാഹിതരായി.